പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് പെരുമ്പാവൂരിലെ പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് തങ്ങളുടെ ഈ നീക്കമെന്നും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള യു.ഡി.എഫ് ഭരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ബസ് തൊഴിലാളികളും ഉടമകളും മെട്രോ 7 ന്യൂസിനോട്. സ്വകാര്യ ബസ് മേഖല ഇന്ന് വളരെ ദുരിതപൂർണമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും അതിന് അറുതി വരുത്തുവാൻ യു.ഡി.എഫിന്റെ ഭരണത്തിന് മാത്രമേ സാധിക്കൂവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പെരുമ്പാവൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കുവാനുള്ള തുക ഇവിടുത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ചേർന്ന് കൈമാറിയത്. പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികളായ ബസ് ഉടമകളും INTUC കീഴിൽ വരുന്ന തൊഴിലാളികളും ചേർന്ന് ഈ തുക സ്ഥാനാർത്ഥി മനോജ് മൂത്തേടന് നൽകി. ഇതുകൂടാതെ ഇതേ ആവശ്യത്തിനായി ആശാ വർക്കർമാരും സ്ഥാനാർത്ഥിക്ക് തുക കൈമാറി. സ്വകാര്യ ബസ് മേഖലയ്ക്ക് എന്നും ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് അറുതി വരുത്തി പുതിയൊരു UDF ഭരണം വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംഘടനാ ഭാരവാഹികളും INTUC നേതാക്കളും വ്യക്തമാക്കി. PBTA പെരുമ്പാവൂർ സെക്രട്ടറി മുനാജ് വല്ലം, പ്രസിഡന്റ് റസാഖ് താരൂസ്, മുഹമ്മദ് കസ്തൂരി, INTUC റീജിയണൽ പ്രസിഡന്റ് റഹീം പെരുമ്പാവൂർ, സുലൈമാൻ, മഹേഷ് തുടങ്ങിയവർ ചേർന്നാണ് ഈ തുക പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടന് നൽകിയത്. ബസ്സുകൾക്കെതിരെ അനാവശ്യമായ പിഴകൾ ചുമത്തിക്കൊണ്ടും അതും വളരെ അധികമായ തുക പിഴകൾ ചുമത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന് വളരെ ദുർഘടമായ ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി തന്നെ ഒരു പുതിയൊരു ഭരണമാണ് നമ്മൾ ഇതിനെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പെരുമ്പാവൂര് നിയോജകമണ്ഡലത്തില് പുതുതായി മത്സരിക്കുന്ന മനോജ് മൂത്തേടന് നമ്മൾ കെട്ടിവയ്ക്കാനുള്ള തുകയാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.